തമ്പനയില്. ഓ അങ്ങോട്ട് ഒട്ടിരിക്കാനുള്ള അമ്മയുടെ മരുമോളല്ലേ? എന്നിട്ട് അമ്മയുടെ മരുമോളല്ലേ? മരുമോളെ ആസ്കിനോട് പറഞ്ഞ നാളം വരുന്നത്. ജോക്കുട്ടാ അമ്മ അമ്മായിമ്മേ നീ അറിഞ്ഞ ചെടി മരുമോളാണെന്ന്. അപ്പൊ ഞാനവിടെ കത്തിയോണ്ട് തെങ്ങ്. അയ്യോ വേണ്ട 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 മാറ് മാറ് മാറി വേണ്ട വേണ്ട ഇങ്ങനെ ഉണ്ടാ മതി. ഇതാണ് ഭംഗി കണ്ട. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ അടീനിയത്തിനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ ആണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ അടീനിയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞ് കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺസി കിച്ചണിലേക്ക് ഗാർഡനിലേക്ക് നമ്മുടെ സിസ്റ്റർ നമ്മുടെ അടീനിയത്തിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുക്കാനിട്ടാ കാണിച്ചു തരാം. നാണം മറച്ചിരിക്കുന്ന ചെടി തലമുട്ടാ. അടയ്ക്കട്ടെ? അയ്യോ അടയ്ക്കല്ല, ഞാൻ തല പോകും. ഇതിപ്പോൾ ഒരു 5 വർഷത്തെ ഒരു പ്ലാന്റ് ആണ്. അതാണിപ്പോൾ ഇത്ര ഗോഡക്സ് ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഈ ഭാഗമാണ് അതിൻ്റെ ഗോഡക്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇവർ നട്ടേക്കുന്നത് മണലിലാണ് കേട്ടോ. മണലിലാണ് നട്ടു കൊടുത്തേക്കണത്. പിന്നെ പോട്ട് നടണേൻ്റെ പോട്ടിനും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ചട്ടികളില്ലേ, ഇതൊക്കെ ചെടി പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള അടീനിയാണ് കേട്ടോ. ഇത് എനിക്ക് എൻ്റെ 2 കട ഉണ്ടായിരുന്നതാണ്. അപ്പം നമ്മളത് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഇവർ കൂടുതൽ കെയറിങ് കാര്യങ്ങളും കൊടുക്കണത് കൊണ്ടാണ് കേട്ടോ ഈ പ്ലാന്റ് ഇത്രയും ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കണത്. ഈ ഒരു ഷേപ്പിലൊക്കെ നിൽക്കണത് അതുകൊണ്ട് തന്നെയാണ്. ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനത്തെ പോട്ടിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ഗോഡക്സ് കാണാൻ പറ്റില്ല. അപ്പോൾ ആ ചെടിയുടെ ഭംഗി അറിയാൻ പറ്റില്ല. ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കോല് പോലെ ഇങ്ങനെ കുറച്ച് ചെടി ഇലകൾ വന്ന് പോയേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം ഇതിന് കാണാനൊരു ഭംഗിയില്ല. ഇതുപോലത്തെ പരന്നൊരു ഇങ്ങനത്തെ ഒരു ചട്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗോഡക്സിൻ്റെ ഭംഗി അറിയാൻ പറ്റും കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഗോഡക്സ് ഇത്രയും വലിയ ഗോഡക്സാണ്, പക്ഷേ ഇതിൻ്റെ ഭംഗി ഇതിന് എടുത്ത് കാണിക്കണില്ല. അപ്പോൾ നമ്മൾ വെക്കുന്ന പോട്ടിൻ്റെയും പ്രത്യേകത ഉണ്ടാവും ഒരു ചെടിയുടെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചെടികളൊക്കെ ഭംഗിയായിട്ട് നിർത്താൻ പറ്റും. അപ്പോൾ അവരവിടെ ചെയ്തിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചട്ടി ഒരു സൈഡ് ഇങ്ങനെ പൊന്തിച്ച് വെച്ചിരുന്നു കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ പൊന്തിച്ച് വെച്ചിരുന്നതെന്ന് വെച്ചാൽ വെള്ളം കെട്ടി കിടക്കാതിരിക്കാൻ കേട്ടോ. മഴക്കാലത്ത് വെള്ളം കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനധികം വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. അതായത് ഈ മരുഭൂമിയിലൊക്കെ നിൽക്കുന്ന പോലത്തെ പ്ലാന്റുകളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മണലും ഇട്ട് വെച്ചേക്കണത് കേട്ടോ. പിന്നെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗോഡക്സൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ പരമാവധി വെള്ളം വാർന്ന് പൊക്കോളൂല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. പിന്നെ നമ്മളുടെ കയ്യിലുള്ള അടീനിയം ഇത് രണ്ടുമാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇതുപോലത്തെ ഒരു പോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എങ്ങനെ ചെയ്യണേന്ന്. എന്നിട്ട് അയ്യോ വേണ്ട 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 മാറ് മാറ് മാറി വേണ്ട വേണ്ട ഇങ്ങനെ ഉണ്ടാ മതി. ഇതാണ് ഭംഗി കണ്ട. ശരിക്കൊരു നാണം മറിച്ചിരിക്കുന്ന പോലെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ നല്ല കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ഇടാനായിട്ട് എനിക്കൊരു ഇതായിരുന്നു എന്തായിരിക്കും എന്നുള്ളതുകൊണ്ട്. അപ്പം നല്ല പോസിറ്റീവ് കമൻറ്റുകളൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഫുൾ വീഡിയോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്തേക്കണം കേട്ടോ. ഫുൾ വീഡിയോ കാണിക്കുന്നതാണ്. സാരി ഉടുപ്പിക്കണ്ട എൻ്റെ പൊന്നെ, ഞൊറിഞ്ഞൊക്കെ വെച്ചുള്ള സാരി ഉടുപ്പിച്ചേക്കണേ. മര്യാദയ്ക്ക് അറിയാൻ പറ്റില്ല. നമുക്കിതിനെ കളർഫുള്ളാക്കാം. അപ്പൊ കളറുള്ള ഇലകൾ എടുത്തിട്ട് വാ. പച്ച അങ്ങനെ കത്തി തേരിക്കണം.
എന്റെ പൊന്നത് മറ്റേ തുണിക്കടയില സാരി ഷോപ്പ് പോലെ എന്നിട്ട് വാഴല ഇത് ഉടുപ്പിക്കണം നോക്കിയ കണ്ട പല തരത്തിലുള്ള സാരികളാണ് കൊണ്ടുവന്നേക്കണ സ്കീ അല്ലേ സ്കീ. പക്ഷെ എന്റെ പൊന്നോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. അമ്മ വെച്ച് നോക്കാം. പെണ്ണിന് ഭംഗിയുണ്ടോ നോക്കട്ടെ, വെച്ച് നോക്കട്ടെ. ഏതെങ്കിലും ഒരു സാരി സെലക്ട് ചെയ്യും. എൻ്റെ അമ്മ ഇതേ ഈ സൈലും വലുതുണ്ടെന്നേക്കും. എന്തിപ്പോ സാരി ഉടുത്ത് പെണ്ണ് ആവശ്യത്തിയാവൂല. ഈ സാരിയാ അപ്പൊ അവര് ക്രിയേറ്റീവായിട്ട് ചെയ്ത കാര്യമല്ലേ, നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അവർക്ക് നല്ല ഭംഗിയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കാം. അവരൊരു ഐഡിയ പറഞ്ഞിട്ട് നമുക്കത് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടവർക്ക്. ഇസയുടെ ഐഡിയ ആണെന്ന്. എങ്ങനെയുണ്ട് ചേച്ചി പറയൂ. ഇനൊരു ചുമന്ന സാരി ഒരു ഇല ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു ചുമന്ന ഇല എടുക്കും. ചുമന്ന സാരി എടുത്തല്ലേ. ഇത് അങ്ങോട്ട് മുഖത്തിന് എടുപ്പ് കിട്ടണല്ലേ അല്ലേ? ഇതിന്റെ കൂടെ ഒരു റെഡ് കൊടുക്കണം. എന്താ നോക്കുക കളർ കോമ്പിനേഷൻ ഒക്കെ ഇത്ത തന്നെ പറഞ്ഞായിരുന്നു. അയ്യോ ചെടി പോയാല കല്ലവിടെ ഇട്. അതുട്ടാ മുഖോ എന്റെ പൊന്നെ മുഖത്തിന്റെ ഷേപ്പ് ആ കല്ലാന്ന് ഇപ്പൊ തരാം. ഞാനിപ്പോ വരാട്ടാ. ഒരു സെക്കൻഡ് നോക്കിയടി സേ, എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കാണാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ടെന്ന് നോക്കി കയറ്റി വെച്ചു. ഇപ്പൊ ശരിയായ ഇവിടെ ഒക്കെ ശരിയായ സാരി ഉടുത്ത പോലെ ഉണ്ടാ? അപ്പൊ അതെ നമ്മള് സാരി ഉടുപ്പിച്ചു കൂട്ടോ. അങ്ങനെ പ്രഗ്നന്റ് നല്ല സാരി നല്ല ഭംഗിയുണ്ടാ. ഒരു ഇടുപ്പ് കിട്ടണ്ടേ ഈ ചുമപ്പും മങ്ങി പോണു. വൈറ്റ് വെച്ച് നോക്കാം. എന്റെ അമ്മോ നമുക്കന്ന് വെള്ള ഇത് വെച്ച് നോക്കാട്ടോ. വെള്ള കീറിയിട്ടുണ്ട്. സാരി കീറാതെ ഉടുപ്പിക്കുന്നു. മെനക്കെട്ട പരിപാടി സാരി ഉടുക്കുക. അത് വൈറ്റ് വന്നപ്പോ ഇച്ചിരി കൂടി ഭംഗിയായല്ലേ. മനുഷ്യർക്കായാലും ചെടികൾക്കായാലും മെനക്കെട്ട പരിപാടി. എന്നിട്ട് ഓ ഏതാണ്ട് നീ സാരി ഉടുത്ത് അങ്ങോട്ട് പഠിച്ചു കൂട്ടാൻ നിന്റെ വർത്താനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇതിന്റെ ഇലയൊക്കെ പോവില്ലേ? നീ പിടിക്കി, ഞാനിടാ. മുഖം വെക്കണല്ല, മുഖം വെക്കി നോക്കട്ടെ. ആ മുഖം അങ്ങോട്ട് തിരിഞ്ഞിരിക്കില്ല, അങ്ങോട്ട് തിരിച്ചു വെക്കി. പെണ്ണിന്റെ മുഖം കോഞ്ഞാടി ഇരിക്കുന്നു പറയും. അയ്യോ പെണ്ണിന്റെ തല പൊട്ടിയിരിക്കുകയാണ്. ആക്സിഡന്റ് പറ്റിയ പെണ്ണിന്. എന്തൊക്കെ ഇതുകളാന്ന് നോക്കി ഒരു സെക്കൻഡ് നേരം കൊണ്ട് അവരുണ്ടാക്കി പറയണ ഓരോ കാര്യങ്ങള്. ഇനി നമുക്ക് ചുമപ്പ സാരിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. ഡബിൾ കളറാണ് കേട്ടോ. ഇത് രണ്ടല്ല ഒന്ന്. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടാ? വൈറ്റ് കാണാനില്ല. വൈറ്റ് റെഡ് ഇത്തിരി ഇറക്കി കീറണ്ടി. അതവിടെ കീറിയേക്കണ കാരണം കൊണ്ട് വിട്ടോ അമ്മ വീട് സൂപ്പറായിട്ടുണ്ടല്ല. നോക്കട്ടെ. നല്ല രസമുണ്ടല്ലോ. ശരിക്കും സാരി എടുത്തിട്ട് പെണ്ണ് ഇങ്ങനെ നിൽക്കണം. ഫോട്ടോക്ക് പോസ് ചെയ്ത് നിൽക്കണോണ്ടല്ലേ. ഓയിസയുടെ ഐഡിയ ഭയങ്കരമായി പോയിട്ടാ. അപ്പൊ ഇതേ നമ്മുടെ
ചെടീനെ നമ്മൾ സാരി ഉടുപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ ഒരു രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നിയ ഒരു ഐഡിയ കേട്ടോ. നമ്മള് ഈ ചെടീനെ നശിപ്പിക്കണമൊന്നുമില്ല കേട്ടോ. നമ്മളിതിപ്പോൾ അവരങ്ങനെ ഒരു ക്രിയേറ്റീവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളത് അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തതാണ്. അവരോരോ ഐഡിയകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കണ്ട പല പല ഐഡിയകളാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കിളിഞ്ഞാവല ആ പഴം പറിച്ചുകൊണ്ടുവന്നു കണ്ണായിട്ടാ. എന്റെ പൊന്നസ്കി ഇതെങ്ങനെ ഒട്ടിച്ചേക്കണേ നോക്കട്ടെ, കണ്ണ് നോക്കട്ടെ. ഇതൊക്കെ രണ്ട് കണ്ണ് പറിച്ചുകൊണ്ട് വന്നേക്കണം. കിളിഞ്ഞാവലിന്റെ ഇതിട്ടാ, കിളിഞ്ഞാവലാണ് പറിച്ചുകൊണ്ട് വന്നേക്കണം കണ്ണായിട്ട് വയ്ക്കാൻ. അപ്പൊ കണ്ട ഇതുപോലെ ഇവർക്ക് ഒരേ ഐഡിയകൾ ഇതുപോലെ ഒരു ഇതൊക്കെ വന്നു ക്രിയേറ്റീവ് മൈൻഡ് തന്നെ ഉണ്ടാവട്ടെ പിള്ളേർക്ക്. അങ്ങനെ വെക്കാ നല്ല കണ്ണ് സുന്ദരിയായിപ്പോ. അസ്കിക്കൊന്നും നാണം വന്നെ സുന്ദരിയായി ചെയ്യുമ്പോ. അയ്യോ പെണ്ണിന്റെ കണ്ണ് തിന്നണാ. അയ്യോ എന്നിട്ടാ കണ്ണിന്റെ ടേസ്റ്റ് എന്നിട്ടാ ചവർപ്പ്. അപ്പൊ ഓരോ അടീനിയും പലതരം ശില്പങ്ങളുടെ രൂപങ്ങളാണ് കാണുന്നത്. അവിടെ പലതരത്തിലുള്ളത് ഉണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് ഇതാണ്. അപ്പൊ നമുക്ക് സിസ്റ്റർ അറേഞ്ച് ചെയ്തു. അപ്പം ഇനി ഇത് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ എങ്ങനെ നടന്നതെന്നും പുതിയ പോട്ടിലേക്ക് ആക്കണത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഞാൻ ചെയ്യണ രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. തമ്പനയില്ല ഓ അങ്ങോട്ട് ഒട്ടിരിക്കാനുള്ള അമ്മയുടെ മരുമോളല്ലേ. എന്നിട്ട് അമ്മയുടെ മരുമോളല്ലേ. മരുമോളെനോട് പറഞ്ഞ നാണം വരുന്നത്. ജോക്കുട്ടാ അമ്മ അമ്മായിമ്മേ നീ അറിഞ്ഞ ചെടി മരുമോളാണ്. അപ്പൊ ഞാനവിടെ അത്യോണ്ട് തെങ്ങ് ഇതൊക്കെ മാറ്റാട്ടാ. പിന്നെ നമുക്ക് ഫ്രീ ആക്കി വിടാം. ശ്വാസം കൊണ്ടിരിക്കണ്ട സാരി എടുത്തിട്ട് ഇതേ കുറച്ച് കൊണ്ടിട്ടാണ്. ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നാണം മറിച്ച് നിക്കണുണ്ട്. ഇതേ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെയല്ലേ ശരിയാണ്.